ജിൻഡോട് അത്രയും ക്വാളിറ്റി ഉള്ള ഒരാളെ ഈ സീസണിൽ കാണിച്ചു തരുന്നവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണ്. പുള്ളി വളരെ അപ്രതീക്ഷിതമായ ഒരു കാര്യം പറഞ്ഞു ഇപ്പൊ ലൈവിനകത്ത്. ഞാൻ ഞെട്ടിപ്പോയി സത്യമായിട്ടും. ജിൻഡോ അതിപ്പോ പറഞ്ഞുവെങ്കിലും അത് ചിലപ്പോൾ ഈ ഫാമിലി വീക്ക് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ റസ്മിന്റെ ഫാമിലി വരുമ്പോൾ ജിൻഡോ പറയാൻ ഓർത്ത് വെച്ചതൊക്കെ ആയിരിക്കും. സംഭവം എന്താണെന്ന് പറയാം. ജിൻഡോ ഒരുപാട് ബാക്ക്ലാഷ് ഫേസ് ചെയ്ത ഒരു വിഷയമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മട്ടാഞ്ചേരിയെ കുറിച്ച് നടത്തിയ ആ ഒരു പരാമർശം. അവിടുത്തുകാരുടെ അരഗൻസ് ആണ് റസ്മിൻ കാണിക്കുന്നത് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം അതിനെ ജിൻഡോ മാപ്പ് ചോദിക്കുന്നതാണ് കണ്ടത് റസ്മിന്റെ ബ്രദറിനോട്. അതൊന്നും ഞാൻ കാര്യമാക്കിയിട്ടില്ല ചേട്ടാ എന്ന് അപ്പൊ തന്നെ റസ്മിന്റെ അനിയൻ പറയുന്നുണ്ട്. എല്ലാം ഗെയിമിന്റെ ഭാഗമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ജിൻഡോ പറയുന്നുണ്ട് ഞാനത് ഒന്നും മനസ്സിൽ വെച്ചിട്ടൊന്നും അല്ല പറഞ്ഞത്, നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ഏരിയയാണ്, ഒന്നും വിചാരിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. ഈ മനുഷ്യന്റെ ഒരു മൈൻഡ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. വായിൽ നിന്ന് പുറത്തു വന്നൊരു തെറ്റായ പരാമർശം അത് ഓർത്തെടുത്ത് അതിന് മാപ്പ് ചോദിക്കുന്നു. ഈ സീസണിൽ ആരും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ തന്നെ പറയും. ജിൻഡോ എല്ലാം തികഞ്ഞ ആളൊന്നും അല്ല, പക്ഷെ ഇങ്ങനത്തെ ചില കാര്യങ്ങളിൽ പുള്ളി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരവസരം കിട്ടുമായിരുന്നുവെങ്കിൽ, ജാഫ്രിക്ക് ഇത്രയും ഡിസ്റ്റൻസ് ഇട്ട് നിന്നില്ലായിരുന്നുവെങ്കിൽ പുള്ളിയോടും ജിൻഡോ പോയി മാപ്പ് ചോദിച്ചതിന് എനിക്ക് ഉറപ്പാണ്. എന്തെങ്കിലും പറഞ്ഞ് പുള്ളി പറഞ്ഞേനെ. അത്രയ്ക്കും പാവമാണ് ജിൻഡപ്പൻ. അത് പ്രേക്ഷകർക്കും മനസ്സിലാവുന്നുണ്ട്. അതാണ് പ്രേക്ഷകർ അയാളെ ഇത്രയധികം സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. പിന്നെ ജിൻഡോടെ അമ്മ ജാസ്മിനോട് മിണ്ടിയില്ല എന്നൊക്കെ പറയുന്നവരോട് പുള്ളിക്കാരി ജാസ്മിനുമായിട്ടിരുന്ന് മിണ്ടുന്നത് ഞാൻ കണ്ടതാണ്. ജാസ്മിനാണ് തിരിച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിന്നത്. പിന്നെ ഇപ്പൊ പോലും ജാസ്മിന്റെ വാപ്പയാണ് ജിൻഡോ എടുത്ത് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത്. ആരാണ് തെറ്റുകാരെന്നൊക്കെ വ്യക്തമായിട്ട് നാട്ടുകാർ കാണുന്നുണ്ട്. അതുകൊണ്ട് മൂക്കട്ട ആർമി അതും പറഞ്ഞുകൊണ്ട് വരരുത്.